അതെ ഗൈസ്, ഇന്ന് നമ്മൾ നേരെ രാവിലെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, എറണാകുളത്തേക്കാണ്. അപ്പോൾ എറണാകുളത്ത് പോകാനായിട്ട് ഞാൻ നേരെ വന്നത് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിന്. അങ്ങനെ ദേ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ജോലിക്കാരൊക്കെ പോകുന്ന ടൈമാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്ത് 6:05 6:45 ട്രെയിൻ ഇപ്പോൾ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ദേ സ്ഥലമൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു ഞാൻ കുത്തിത്തിരികെ ഇരുന്നു കേട്ടോ. അങ്ങനെ നേരെ ദേ എറണാകുളം ടൗണിലെത്തി. ടൗണിൽ നിന്ന് നമ്മൾ നേരെ പോയത് എറണാകുളം മാർക്കറ്റിലേക്കാണ്. നേരത്തെയൊക്കെ എറണാകുളത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം 4-5 വർഷം ഇവിടെ താമസിച്ചുകൊണ്ട് സ്വന്തം സ്ഥലമായിട്ടൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ദേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്, ഓണം കളക്ഷൻസ്. അപ്പം നമ്മൾ ഓണം കളക്ഷൻസ് എടുക്കാനല്ല വന്നത്, നമുക്ക് കുറേ ഐറ്റംസ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഞാൻ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല സെലക്ഷൻസൊക്കെ വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മെട്രോയിലേക്കാണ് പോയത്. മെട്രോയിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പോകുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ സ്ഥലം പരിചയപ്പെടുത്തിയത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു ഫ്രണ്ട് അജു ആണ്. അവനാണ് ഇന്ന് നമ്മളെ ഇവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ ദേ നമ്മളിവിടെ സ്പെഷ്യൽ സ്ഥലത്തെത്തി. ഈ സ്ഥലം എവിടെയാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം എവിടെയാണെന്ന്. എൻ്റെ ഈ ബാക്കിൽ ഈ ഇൻറ്റീരിയൽ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല എന്താ പറയുക, വിറകുകളൊക്കെ ഇങ്ങനെ അടുക്കി റബ്ബർ വിറകൊക്കെ ഇങ്ങനെ അടുക്കി വെക്കില്ലേ, അതേപോലെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ കാണുന്നത്. അങ്ങനെ ദേ ഇത് ചൂടുവെള്ളമൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സലാഡ്. ഈ സലാഡിനകത്ത് അവരെല്ലാ വെജും ബ്രൊക്കോളി ഉൾപ്പെടെ ചേർത്താണ് നമ്മുടെ സലാഡ് നമ്മൾക്ക് സെർവ് ചെയ്തത്. ഇവിടെ നല്ല ഒരുപാട് മെനൂസ് ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അറിയായിരിക്കും ഈ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൂപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പ് സൂപ്പറായിരിക്കും അല്ലേ, ആയിരിക്കാം, നോക്കട്ടെ. അതെ, നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൂപ്പ്, ബ്രൊക്കോളി സൂപ്പാണ്. അപ്പോൾ ഈ സൂപ്പിൻ്റെ ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്തായാലും നോക്കട്ടെ, പെപ്പറൊക്കെ ഇട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അതൊന്ന് സൂപ്പറാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ഒരു ബ്രെഡ് പീസും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചതും പിന്നെ നമ്മൾ കൂന്തൽ റോസ്റ്റും. ഇവിടെ ഒരുപാട് കറിയുണ്ട്, മീൽസിന് ഒരുപാട് കറി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരു 8-9 ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ പായസം ഉൾപ്പെടെയാണ്, നല്ല പിന്നെ ആടപ്പായസം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഞാൻ ഈ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചത്. ഫുഡൊന്നും ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് പറയാതിരിക്കാൻ പറഞ്ഞ അസാധ്യ ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ എൻ്റെ വയറെല്ലാം ഫില്ലായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ലൈമും കൂടെ കുടിക്കാമെന്ന്. അങ്ങനെ ലൈമും കുടിച്ചു. ഇത് കണ്ടോ, കരിമ്പുംകാട്ടി കയറിയ കണക്കാണ് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത്. മീമുള്ളൊക്കെ നീ കിടക്കുന്ന കണ്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു പിന്നെ എന്താ പറയുക, അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പ് റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ അലാവുദ്ദീന് 41 ഡിഷസും ചേർന്നാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. അങ്കമാലിയിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ ബൈ.